പക്ഷേ അത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച കാണാനിടയായി. ഒരറ്റത്ത് നമ്മുടെ ശ്രീ പണിക്കർ, അടുത്ത അറ്റത്ത് നമ്മുടെ NK പ്രേമേന്ദ്രൻ MP. അറിയാലോ, അതെ, മന്ത്രിയായിരുന്നു, ജലവിഭവ മന്ത്രിയായിരുന്നപ്പോൾ ഏത് ഫയലായാലും വളരെ പഠിച്ച്, നമ്മൾ TN ജേക്കബ് സാറിനെ പോലെ ഫയൽ പഠിച്ച് ഡാം ഡീകമ്മീഷനിങ് അടക്കമുള്ള കാര്യങ്ങൾ മികച്ച പാർലമെന്റേറിയൻ. ശരിക്കും മുല്ലപ്പെരിയാർ ഇഷ്യൂ നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിലേക്ക് അത് പരിഹരിച്ചതിന്റെ ക്രെഡിറ്റ് NK പ്രേമേന്ദ്രനാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പ്രേമേന്ദ്രനെ പ്രത്യേകം വിളിച്ച് ചായ കുടിക്കാൻ വിളിക്കുക. കാരണം എന്താണ്? രാഷ്ട്രീയ പരകായ പ്രവേശമൊന്നും അല്ലായിരുന്നു. പ്രേമേന്ദ്രന്റെ ആ പ്രകടനം കണ്ടിട്ട് പാർലമെന്റിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാൾ. നിയമസഭയിലും അങ്ങനെയായിരുന്നു. പാർലമെന്റിലും അദ്ദേഹം മുമ്പും ഈ നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പ് പണ്ട് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം MP ആയിരുന്നു. അന്നും പ്രേമേന്ദ്രൻ നല്ല പെർഫോമൻസ് ഇന്ന് വലുതാണ്. അതെ. അങ്ങനെ പക്ഷെ ചന്ദ്രൻ ഒരു പേരിട്ട് വിളിക്കേണ്ടി വന്നു നമ്മുടെ ശ്രീ പണിക്കർക്ക്. ആ പേര് അധികമാരും വിളിക്കാതിരിക്കട്ടെ എന്ന് പറയാം, വാട്സപ്പ് പ്രേമേന്ദ്രൻ അല്ലേ. അതായത് ഒരു വലിയ വിവാദമായിരുന്നു. പ്രേമേന്ദ്രൻ അവിടെ ഒരു കാര്യം സമർത്ഥിക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് പരാജയപ്പെട്ടു. പണിക്കർ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തു. തീർച്ചയായിട്ടും. എന്തായിരുന്നു പ്രശാന്ത് ശരിക്കും? അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയും ചൈനയും ഈ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാൾ നരകക്കുഴി എന്ന് വിളിച്ചാക്ഷേപിച്ചു. അതെ, അതിന് അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ നരകക്കുഴി എന്ന് വിളിച്ചപ്പോൾ ഇന്ത്യ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. ആ പ്രതികരണം വളരെ കുറഞ്ഞുപോയി. അത് എന്താ പറയുക, അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ നടുവളച്ചു, മുട്ടിലിഴഞ്ഞു എന്നൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സിൽബന്ദികളും പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നല്ല, എന്നും അങ്ങനെയാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യയുടേത് ഡെഡ് എക്കോണമിയാണെന്ന്. രാഹുൽ ഗാന്ധി അത് ആവർത്തിച്ചു. അത് രാഹുൽ ഗാന്ധിയുടെ ശിഷ്യന്മാരെല്ലാം ഏറ്റുപാടുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയുടെ ഇത് കണ്ടായിരുന്നു, ഒരു കോൺക്ലേവ്. പ്രത്യേകിച്ചും മനോരമ പോലെയുള്ള ചാനലുകൾ നടത്തുന്ന കോൺക്ലേവിലാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, സത്യങ്ങളും അർദ്ധസത്യങ്ങളും നുണകളും ഈ തരത്തിൽ അവിടെ വലിയ രീതിയിൽ വിളമ്പും, അത് പരിപോഷിപ്പിക്കും. അപ്പോൾ രാജു P. നായരാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ എക്കോണമിയെക്കുറിച്ചൊക്കെ വളരെ ഇതായിട്ട് എന്തു പറയാനാണ്. ഞാൻ പറയുന്നത്, ഇന്ത്യ അങ്ങ് ഒരു സ്വർഗരാജ്യമൊന്നും ആയിട്ടില്ല. അങ്ങനെ ആകണമെങ്കിൽ ഒരുപാട് കാലമെടുക്കും എന്ന് നമുക്കറിയാം. സ്വർഗരാജ്യമല്ല ആകേണ്ടത്, മനുഷ്യന് സമാധാനം ആണ് വേണ്ടത്. അതുപോട്ടെ, അത് മറ്റൊരു വിഷയം. അതാണ് ഈ അമേരിക്കൻ വൺ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ത്യയുടെ നിയമങ്ങൾ, വ്യാപാര വാണിജ്യ നിയമങ്ങൾ കടുകട്ടിയാണ്, ഒരു തരത്തിലും അതിനെ. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ഈ അസഹിഷ്ണുത, ഈ അസൂയ, ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അദ്ദേഹത്തിന് നട്ട് ലൂസാക്കാനും പറ്റുന്നില്ല, ഇളക്കി തിരിച്ച് അസംബ്ലി ചെയ്യാനും പറ്റുന്നില്ല. അമേരിക്ക നമ്മൾ ഒറ്റ വരി പറഞ്ഞ അമ്പി പയറ്റിയിട്ടും ഇന്ത്യയെ വരുതിയിലാക്കാൻ പറ്റുന്നില്ല. നോക്കൂ, യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. ഇന്ത്യൻ എക്കോണമി ഡെഡ് എക്കോണമി ആണെങ്കിൽ അവരങ്ങനെ ചെയ്യുമോ? വളരെ ലളിതമാണ് എൻ്റെ ചോദ്യം. ഇത് കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും ഈ സത്യം, ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുടെ എല്ലാ നയങ്ങളോടും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ വസ്തുതകളായിട്ട് ഞാൻ കാണണം. ന്യൂസിലൻഡുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഇപ്പോൾ വന്നു. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ബ്രിട്ടൻ ഒറ്റയ്ക്ക് വന്ന് ഇന്ത്യയുമായിട്ട് കരാറിൽ ഒപ്പിട്ടു. അപ്പോൾ ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്നതാണ്. 2009 മുതൽ ആരംഭിച്ച ചർച്ചയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. പിന്നെ ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, കോൺഗ്രസിൻ്റെ സാമ്പത്തിക വ്യാപാര നയങ്ങളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ BJPയുടെ നയങ്ങൾക്ക്? ആ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നവലിബറൽ എക്കോണമിക് പോളിസി, ഫിനാൻഷ്യൽ പോളിസി, അതിനെ അതിവേഗത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് മോദിയും BJPയും. അല്ല, അത് ലോകത്തിന് ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നു. നരേന്ദ്രമോദി സർക്കാർ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തു. കാട്ടിക്കൊടുക്കുക മാത്രമല്ല രാജേഷ് ജി ചെയ്തത്, അതിനെ
അതായത് മൻമോഹൻ സിംഗ് സർക്കാർ പോയിരുന്ന ആ സർക്കാരിൻ്റെ എൻജിൻ എങ്ങനെയാണോ നമ്മുടെ ഇതിനെ വലിച്ചു കൊണ്ടുപോയിരുന്നത്, നമ്മുടെ എക്കോണമിയെ വലിച്ചു കൊണ്ടുപോയിരുന്ന, അതിനേക്കാൾ വേഗത്തിൽ അത് വലിച്ചു കൊണ്ടുപോകാനുള്ള സാഹചര്യം മോദി ഒരുക്കിയിരിക്കണം. മോദിയുടെ പ്രത്യേകത അതാണ്. ആ സാമ്പത്തിക നയം ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ വിഷയം. അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. ഇവിടുത്തെ ഇടതുപക്ഷം പറയുന്ന ഒരു കാര്യം സത്യമാണ്, കോൺഗ്രസിൻ്റെ നവലിബറൽ എക്കണോമിക് പോളിസി തന്നെയാണ് BJP മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അതിൽ ആകപ്പാടെ BJP ചെയ്ത പണി എന്ന് പറയുന്നത് ഇടയ്ക്ക് നോട്ട് നിരോധിച്ചു, അല്ലേ? അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിച്ചാൽ അത് ആവശ്യമായിരുന്നു. ഒരു പക്ഷേ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ട് തുടർന്നിരുന്നെങ്കിൽ അദ്ദേഹം അത് ചെയ്തേനെ. കാരണം അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇത് വളരെ നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടുന്നു, യൂറോപ്യൻ യൂണിയൻ വന്ന് ഒപ്പിട്ടു, ബ്രിട്ടൻ ഒറ്റയ്ക്ക് വന്ന് ഒപ്പിട്ടു, പിന്നെ ഇപ്പം ന്യൂസിലാൻഡിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ ജപ്പാൻ, മറ്റ് പല രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് വലിയ, ദക്ഷിണ കൊറിയ, ഇപ്പോൾ കൊറിയയുമായിട്ട് ചേർന്ന് വേറെ ഒരുപാട് വലിയ ചില, നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, വലിയ പദ്ധതികൾ വരികയാണ്. പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ചും റഷ്യയുമായിട്ട് 41 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുകയാണ്. ക്രൂഡ് ഓയിൽ 41 രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട്, ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുമാണ് പാവം NK പ്രേമേന്ദ്രൻ ഇന്ദിരാഗാന്ധിയെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചത്. അല്ല, അത് അദ്ദേഹത്തിന് പറ്റിയ ഒരു കൈപ്പിഴയാണ്. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അദ്ദേഹം പർപ്പസ്ഫുള്ളി, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചർച്ചയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസ് മുന്നണിയിൽ നിൽക്കുകയാണ്, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ അങ്ങ് നരേന്ദ്രമോദി സർക്കാരിനെയോ മോദിയെയോ അദ്ദേഹത്തിന് പുകഴ്ത്താൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്. അദ്ദേഹം ഒരിക്കലും ആ സ്വന്തം നിലപാട് വിട്ട്, അല്ലെങ്കിൽ ആ മുന്നണിയുടെ മര്യാദകൾ വിട്ട് പെരുമാറുന്ന ആളല്ല. അല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയ മര്യാദകൾ, മാന്യത ഒക്കെ കാണിക്കുന്ന ആളാണ് പ്രേമേന്ദ്രൻ. ഒരിക്കലും അതിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുകയോ അദ്ദേഹത്തിന് മോശക്കാരനാണെന്ന് പറയുകയോ അങ്ങനെ ഒന്നും ഇല്ല. അദ്ദേഹം ഒരു മികച്ച പാർലമെൻറ്റേറിയനാണ്, ഒരു സംശയമില്ല. പിന്നെ മർത്യന് കൈപ്പിഴ ജന്മസിദ്ധം എന്നൊരു ചൊല്ലുണ്ട്. അപ്പം നമുക്കാണെങ്കിലും അബദ്ധം പറ്റും. അപ്പോൾ ഇത് പണ്ട് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ഇങ്ങനത്തെ പല നരേറ്റീവ്സുകൾ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട്. നമ്മളെല്ലാവരും വിശ്വസിച്ചു പോകും. അതിലൊന്നാണ് വാജ്പേയി ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിശേഷിപ്പിച്ചു. ഇത് എവിടെയുണ്ട്? ഇതിൻ്റെ ആർക്കൈവ്സിലുണ്ടോ? പാർലമെൻറ്റിൻ്റെ രേഖകളിലുണ്ടോ? ഏതെങ്കിലും പുസ്തകത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു സുപ്രഭാതത്തിലൊരു കഥ വരികയാണ്, 71 യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയെ AB വാജ്പേയി ദുർഗ എന്ന് വിശേഷിപ്പിച്ചു. അല്ല, RSSകാരും BJPക്കാരും വാവൊത്തിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞത് വാജ്പേയി അല്ല. ഇനിയിപ്പോൾ വാജ്പേയി പറഞ്ഞില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ വാജ്പേയി അല്ല, ലോകത്ത് ആരാണെങ്കിലും ശരി, ഇതിന് ആധികാരികമായ രേഖകളുണ്ടോ? വെറും വായ്മൊഴിയാണെങ്കിൽ അത് വായ്മൊഴിയാണെന്ന് തന്നെ പറയണം. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, അല്ലേ? ഇതൊരിടത്തും എഴുതപ്പെട്ടിട്ടില്ല, ഇതിന് രേഖകളില്ല, ഇത് ഏതെങ്കിലും പുസ്തകത്തിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ഉദ്ധരിച്ചിട്ടില്ല. അതെന്താണെന്നറിയാം പ്രശാന്തേ, നമ്മുടെ AI കാലമാണ്. ജെമിനി, ഗൂഗിൾ ജെമിനിയോട് എന്ത് ചോദിച്ചാലും തരും, എന്ത് വരം ചോദിച്ചാൽ വരം വരെ തരും. അപ്പോൾ ഏതെങ്കിലും ഒരു ചർച്ചയിലിരുന്ന് ഏതെങ്കിലും ഒരു മണ്ടൻ ഇതുപോലെ പറഞ്ഞു കാണും, വീരവാദം അടിച്ച് കാണും, അത് പ്രിന്റായി വന്ന് കാണും. പിന്നെ വാട്സാപ്പിൽ അതിങ്ങനെ പാറി പറന്ന് നടക്കാണ്. അല്ല, അവിടെയൊക്കെ നമുക്ക് ലോജിക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ യുക്തിചിന്ത നമ്മൾ കളയരുത്. നമുക്ക് എല്ലാ കാര്യത്തിലും യുക്തി കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. പക്ഷേ പരമാവധി നമ്മൾ ഈ സത്യാസത്യ നിർണയത്തിന് യുക്തിചിന്ത കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പ്രത്യേകിച്ചും ചരിത്ര വിഷയങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പിന്നിലേക്ക് വായിക്കണം. നമ്മൾ ഒരുപാട് പിന്നിലേക്ക് വായിക്കണം. ഇവിടെ ഈ പറഞ്ഞത് വേറൊന്നുമല്ല, 71 യുദ്ധസമയത്ത് ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട, അമേരിക്കൻ നേവിയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യയെ വളയും എന്ന് അമേരിക്കക്കാർ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രസിഡൻറ്റും അന്നത്തെ പ്രതിരോധ ഉപദേഷ്ടാവും ഒക്കെ, റീഗനും കിസിഞ്ചറും ഒക്കെ കൂടെ ചേർന്ന് കത്തുകളൊക്കെ അയച്ചു. വലിയ കോലാഹലമാണ്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം പറയാം. അപ്പോൾ അന്ന് അതിന് ഇന്ദിരാഗാന്ധി നൽകിയ മറുപടി, നിങ്ങൾ കപ്പൽപ്പടയെ അയച്ചോളൂ, പക്ഷെ അത് ഇന്ത്യൻ സമുദ്രാതിർത്തി ലംഘിച്ചാൽ അത് തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് മറുപടി കൊടുത്തു എന്നാണ്. നമ്മുടെ സിമ്പിൾ ലോജിക്ക് വെച്ച് നമ്മൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ USSR എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ, ചൈനയുടെ ഒക്കെ പിന്തുണ അന്ന്, ചൈന അന്ന് വലിയ കാര്യമായിട്ട് രംഗത്ത് വരുന്നില്ല, പക്ഷേ ഈ അമേരിക്കയെ അകറ്റി നിർത്താൻ USSR വിളിച്ചാൽ ചൈനയും വരും, ഇന്നത്തെ പോലെ.
അപ്പോൾ അന്ന് ഈ USSR എന്നൊരു രാഷ്ട്രം അടിയുറച്ച് ഇന്ത്യയുടെ കൂടെ നിന്നതുകൊണ്ടാണ് നമുക്ക് ആ യുദ്ധം ജയിക്കാൻ കഴിഞ്ഞത്, അമേരിക്കയുടെ ഭീഷണിയെ അതിജീവിക്കാൻ കഴിഞ്ഞത്. അത് ചരിത്രം. അല്ലാതെ ഇന്ത്യക്ക് അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന യുദ്ധസന്നാഹങ്ങൾ, പ്രതിരോധ സന്നാഹങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് അന്നും വലിയ തെറ്റാണ്, ഇന്നും തെറ്റാണ്. ഇന്ന് നമ്മൾ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ മികവുറ്റതാകുന്നു, അതൊക്കെ ഞാനും യോജിക്കുന്നു. പക്ഷെ അന്ധമായ മോദി ഭക്തി കൊണ്ട് നാളെ ട്രംപിനെ നമുക്ക് കയറി വെല്ലുവിളിക്കാം, അമേരിക്കയെ വെല്ലുവിളിക്കാം, അമേരിക്കൻ പ്രതിരോധ സേനയെ നമ്മൾ വരച്ച വരയിൽ നിർത്തും എന്നൊന്നും പറയാനുള്ള മണ്ടത്തരം എനിക്കില്ല. അത്ര മണ്ടനല്ല ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുക്തിസഹമായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇന്ദിരാഗാന്ധി അങ്ങനെ കയറി വെല്ലുവിളിക്കുമോ? ഇന്ദിരാഗാന്ധി അത്ര ബുദ്ധിശൂന്യമായൊരു പ്രവൃത്തി ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അവർക്ക് കാര്യകാരണ സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല അങ്ങനെ അമേരിക്കയെ വെല്ലുവിളിച്ചാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും? ഈ 7ാം കപ്പൽപ്പട ഇവിടെ വരും, അമേരിക്കയുടെ പോർ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വരും, പാകിസ്ഥാനാണെങ്കിൽ അവരുടെ ബേസ് മുഴുവനും തുറന്നിട്ട് കൊടുക്കും. ഈ അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കുക. അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കാതിരിക്കുന്നതിന് കാരണം അപ്പുറത്ത് USSR ആണ്. അത് വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോകും. മാത്രമല്ല ഇന്ത്യ ഒരു വലിയ രാഷ്ട്രമാണ്. ഈ പറയുന്നത് പോലെ അന്നും നമ്മുടെ ജനസംഖ്യ അത്ര കുറവല്ല, അന്നും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. മാത്രമല്ല ഈ അണുപരീക്ഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയും ഈ പറയുന്നത് പോലെ അങ്ങനെ അങ്ങ് ഇന്ത്യയുടെ അടുത്ത് കയറി മോശമായിട്ട് പെരുമാറാനൊന്നും തയ്യാറാവില്ല. ചില മുന്നറിയിപ്പും താക്കീതും ഒക്കെ കൊടുക്കും. അത് ഈ പാകിസ്ഥാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അങ്ങനെ പാകിസ്ഥാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അമേരിക്ക ചെയ്യുമ്പോൾ പോലും ഇന്ത്യ അളന്നു കുറിച്ചാണ് മറുപടി കൊടുക്കുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വളരെ പണ്ട് മുതലേ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ജീനിലും അതുണ്ട്. നമ്മൾ രാഷ്ട്രീയ എതിരാളികളോട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് രാജ്യങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും പക്വതയോടുകൂടി ഏറ്റവും മിതമായി ഒക്കെ സംസാരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അല്ലാതെ ഇന്ത്യ വെറുതെ ഈ അസിം മുനീർ പാകിസ്ഥാനിലിരുന്ന് അലയ്ക്കുന്നത് പോലെ അലയ്ക്കുന്ന പതിവൊന്നും ഇന്ത്യക്കില്ല. കിം ജോങ് ഉൻ അവിടെ ഇരുന്ന് തട്ടിവിടുന്ന ഗീർവാണങ്ങൾ പോലെ പറയുന്ന ശീലം ഇന്ത്യയിലെ ഒരു ഭരണാധികാരിക്കും ഇല്ല. ഇനിയിപ്പോൾ നാളെ ഇന്ത്യ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാലും ഇത് തന്നെ ആയിരിക്കും. പറയാനുള്ളത് മാന്യമായി പറയേണ്ട വേദിയിൽ ഏറ്റവും മിതമായ യുഎന്നിൽ പോയി പറയും. നമ്മൾ പിന്നെ കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ടടുത്ത് കൊടുക്കാനും നമുക്കറിയാം. അതാണ് സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ നമ്മൾ തെളിയിച്ചത്, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചത്. നമ്മളെ ഉപദ്രവിച്ചോ നമ്മൾ തിരിച്ചടിക്കും. അതിനുള്ള പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യം ലോകത്ത് ഏത് മനുഷ്യനും ഉണ്ട്, ഏത് രാഷ്ട്രത്തിനും ഉണ്ട്. നമ്മൾ ആ സ്വാതന്ത്ര്യമേ വിനിയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോയി ആരെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി ഈ പറഞ്ഞതുപോലത്തെ ഒരു മറുപടി അല്ല അമേരിക്കയ്ക്ക് കൊടുത്തത്. അമേരിക്കയോട് വളരെ മാന്യമായിട്ട് അമേരിക്കയുടെ സഹായം തേടി ഈ ഏഷ്യ ഭൂഖണ്ഡത്തെ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകരുത്, യുദ്ധത്തിലേക്ക് നയിക്കരുത്, ഏറ്റവും ക്ഷമയോടെ ഏറ്റവും പക്വതയോടെ ന്യായമായ തീരുമാനം, ന്യായപൂർവം കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് അമേരിക്കയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല ഭാഷയിൽ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസ് തിരിച്ച് മറുപടി കൊടുത്തു. അല്ലാതെ അതിനകത്തെങ്ങും ഈ പറയുന്നത് പോലെ ഒരു ധാർഷ്ട്യം കലർന്ന മറുപടി ഇന്ദിര പറഞ്ഞിട്ടുമില്ല, പറയാൻ ഇന്ദിരയ്ക്ക് കഴിയുകയുമില്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നും നമ്മുടെ നരേന്ദ്രമോദി അങ്ങനെ പറയില്ലല്ലോ, നമ്മുടെ നയതന്ത്ര വിദഗ്ധർ അങ്ങനെ ഒരു മറുപടി കൊടുക്കില്ലല്ലോ. ഇപ്പോൾ അമേരിക്ക നമ്മളെ നരകക്കുഴി എന്ന് വിളിച്ചു, നമ്മളതിനെ അപലപിച്ചു. ഒരിക്കലും ചൈന ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ലോകത്തിലെ ഒരു വൻ ശക്തിയായ സാമ്പത്തിക സൈനിക ശക്തിയായ ചൈന അമേരിക്കയുടെ ഈ ആട്ടും തുപ്പുമേറ്റ് അവിടെ മൂടിപ്പൊതിച്ചുറങ്ങുകയാണ്, ഒരക്ഷരം മിണ്ടുന്നില്ല. അവിടെയാണ് ഇന്ത്യ അതിനെ അപലപിക്കുകയും അതിനോട് ഈ അമേരിക്കയുടെ ഈ ഒരു എന്താ പറയുക വിശേഷണത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഏറ്റവും മാന്യമായി ഇത് 145 കോടി ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്, ഞങ്ങൾക്ക് വേദനയുണ്ട്, ദയവായിട്ട് ഇത് പിൻവലിക്കണം എന്ന് വളരെ മാന്യമായ ഭാഷയിലാണ് പറഞ്ഞത്. അത് നടുവളക്കലോ മുട്ടുമടക്കലോ ഒന്നുമല്ല. ഈ ട്രംപ് മാത്രമല്ല, അമേരിക്കയിൽ നമ്മൾ ട്രംപിനെ ഒന്നും കുറച്ച് കാണണ്ട. ട്രംപ് പറയുന്നത് വിടുവായത്തനൊന്നുമല്ല. ട്രംപ് വലിയ ബുദ്ധിമാനാണ്, ട്രംപിനെ പഠിച്ചവരാരുമില്ല. അതുകൊണ്ടാണല്ലോ ട്രംപ് പറഞ്ഞത് മോദി ഈസ് എ ടഫ് നെഗോഷിയേറ്റർ. അതിലാണല്ലോ താങ്കളും തുടങ്ങിയത്. ഇന്ത്യയെ അങ്ങനെ മെരുക്കാൻ പറ്റില്ല, അത്ര എളുപ്പമല്ല, പറ്റുന്നില്ല അവർക്ക്.
അവർ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടും അത് വിജയിച്ചിട്ടില്ല. അവർ വിചാരിച്ചു മോദിയാണെന്ന്. മോദി പോയി വേറൊരാൾ വന്നാലും ഇത് തന്നെയാണ് സ്ഥിതി. അതാണല്ലോ നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ഇടപെട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ അമേരിക്ക ഇടപെട്ടാണ് ആ യുദ്ധം നിർത്തിച്ച് പിൻവലിച്ച് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞില്ല. ആദ്യം ഒന്നിനോടും മിണ്ടാതിരുന്നു. ഇന്ത്യക്ക് ഈ കാര്യത്തിലൊക്കെ നിലപാടുണ്ട്. ഞാനതാ പറഞ്ഞു, മൻമോഹൻ സിംഗിൻ്റെ കാലത്തും അമേരിക്ക ഇതുപോലെ പല ശ്രമങ്ങളും നടത്തി. മൻമോഹൻ സിംഗ് വഴങ്ങിയിട്ടില്ലല്ലോ. മൻമോഹൻ സിംഗ് വഴങ്ങിയിട്ടില്ല എന്ന് പറയാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല. അദ്ദേഹം എൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. ആ മഹാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനോട് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളുണ്ടാകാം, അത് മറ്റൊരു വിഷയം. പക്ഷേ നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിമാരെ അവരുടെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. അല്ലാതെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി കാണിക്കുന്നത് പോലെ അന്ധമായ മോദി വിരോധം കൊണ്ട് നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ ഇകഴ്ത്തി കാണിക്കലല്ല ചെയ്യേണ്ടത്. പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുകയാണ് വേണ്ടത്. അല്ലാതെ രാജ്യത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്ന, രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളല്ല വേണ്ടത്. അത് മറ്റൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് ഇന്ദിര ദുർഗയാണെന്ന് വാജ്പേയി പറഞ്ഞത്. അതിന് വ്യക്തമായ തെളിവുകളോ രേഖകളോ ഒന്നുമില്ല. ഞാൻ പല പ്രമുഖ RSS നേതാക്കളോട് ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അവർക്കാർക്കും അറിയില്ല. വളരെ സീനിയറായ BJP നേതാക്കൾ ഇപ്പോഴും LK അദ്വാനി ജീവിച്ചിരിപ്പുണ്ട്, മുരളി മനോഹർ ജോഷി ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ പല മുതിർന്ന നേതാക്കളും, ഈ വാജ്പേയിയുടെ തന്നെ സന്തത സഹചാരിയായിരുന്നല്ലോ നരേന്ദ്രമോദി. അദ്ദേഹം BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാമല്ലോ. ഈ കാലത്ത് 71 അദ്ദേഹം എന്താ പറയുക, അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് അദ്ദേഹം ജനസംഘത്തിലേക്ക് വന്നയാളാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം ജനസംഘത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് RSS BJPയിലേക്ക് കൊടുത്ത ഒരു പ്രചാരകനാണ് നരേന്ദ്രമോദി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാമല്ലോ. അദ്ദേഹത്തിനേക്കാൾ സീനിയറായ ലീഡേഴ്സ് ഉണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, പലരും ഉണ്ട്. ഇവരോടൊക്കെ അന്വേഷിച്ചാൽ അറിയാമല്ലോ. വളരെ മുതിർന്ന RSS നേതാക്കളുണ്ട്, അവരോട് അന്വേഷിച്ചാൽ അറിയാമല്ലോ. അപ്പോൾ അവരാരും തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് അവർ കൈമലർത്തുന്നു ഞങ്ങൾക്ക് അറിയില്ല. ഇനി ഞങ്ങളെങ്ങാനും അറിയാതെ വാജ്പേയി പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അന്നത്തെ പത്രങ്ങളിൽ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല, ദുർഗയാണെന്ന് വിശേഷിപ്പിക്കുന്ന. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് വലിയ പിന്തുണ കൊടുത്ത ആളാണ് വാജ്പേയിയും ജനസംഘവും. കാരണം രാഷ്ട്രം ആക്രമിക്കപ്പെടുമ്പോൾ, നമ്മുടെ രാഷ്ട്രത്തിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക, അതിനെ സ്വന്തം ജീവൻ കൊടുത്തും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുക, ഇതൊക്കെ ഏതൊരു ഭാരതീയ പൗരൻ്റെയും കടമയാണ്. അങ്ങനെ അല്ലാതെ ചെയ്യുന്നത് എന്താ പറയുക, ഏറ്റവും നിന്ദ്യവും നീചവുമായൊരു പ്രവൃത്തിയാണ്. ഈ മണ്ണിൽ ജീവിച്ച്, ഇവിടുത്തെ വായു ശ്വസിച്ച്, ഇവിടുത്തെ മണ്ണിൽ വിളയുന്ന ആഹാരം കഴിച്ച്, ഈ രാജ്യത്ത് ഉണ്ടുറങ്ങി സമാധാനപൂർവ്വം ജീവിക്കുന്ന, ഈ രാജ്യത്ത് അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ രാഷ്ട്രത്തെ സംരക്ഷിച്ചില്ല, അതിൻ്റെ ആത്മാഭിമാനത്തെ ആരെങ്കിലും വെല്ലുവിളിക്കുമ്പോൾ വീട്ടിൽ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുക, അതൊന്നും നല്ല കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രേമേന്ദ്രൻ്റെ കാര്യത്തിൽ അദ്ദേഹം എവിടുന്നോ കിട്ടിയ ഒരു, പൊതുവേ ഇതിങ്ങനെ ഓടി നടക്കുന്ന, ഈ ഇൻ്റർനെറ്റിൻ്റെ ആകാശത്ത് ഓടി നടക്കുന്ന ഒരു വാർത്തയാണ്. ഇത് ഫാക്ട് ചെക്ക് ചെയ്യാതെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അതിന് ശ്രീജിത്ത് പണിക്കർ തെളിവുകൾ നിരത്തിയാണ് അതിനെ ഖണ്ഡിച്ചത്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഏറ്റവും മാന്യമായ ഭാഷയിൽ അത് ചൂണ്ടിക്കാണിച്ചു. അതാണ് സത്യത്തിൽ അവിടെ ഉണ്ടായത്. അദ്ദേഹം പ്രേമേന്ദ്രനെ അപമാനിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല, വസ്തുതകളെ നിരത്തി. അപ്പോൾ സത്യത്തിൽ എനിക്ക് അതിനകത്ത് NK പ്രേമേന്ദ്രൻ ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചല്ലോ എന്നുള്ളതാണ് എൻ്റെ ദുഃഖം. കാരണം മറ്റാരെങ്കിലുമാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിതിനെ ഈ പറഞ്ഞതുപോലെ വിഡ്ഢിത്തം, ഏതോ ഒരു വിഡ്ഢി പറഞ്ഞ വിഡ്ഢിത്തം ആവർത്തിച്ചു എന്നേ ഉള്ളൂ. ഇത് പ്രേമേന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക്, കാരണം ഇത്രയും ആധികാരികമായി ഒരുപാട് വായിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളിന് ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന ഒരു ദുഃഖം. കാരണം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും റെഫറൻസ് വെക്കുന്നത് പ്രേമേന്ദ്രനെയാണ്, പാർലമെൻറ്റ് നടപടികൾക്ക് പ്രത്യേകിച്ചും. കാരണം ഏറ്റവും മനോഹരമായി പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നത്, ഏറ്റവും മനോഹരമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നത്, അതിന്മേൽ ചർച്ച. ഇപ്പോൾ ധനകാര്യ ബില്ലിലൊക്കെ ചർച്ച നടക്കുമ്പോൾ പ്രേമേന്ദ്രൻ്റെ സംഭാവന നിസ്സാരമാണോ, ചെറുതാണോ? സത്യത്തിൽ കേരളത്തിൻ്റെ സംഭാവന പ്രേമേന്ദ്രൻ്റെ സംഭാവനയാണ്. വേറെ ആരാ ഇവിടെ നിന്ന് പോയി ഈ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ ഈ അലപ്പ് നടത്തുന്നതല്ലാതെ വേറെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവിടെ ചെന്ന് റഹീമൊക്കെ പറയുന്നത് എന്താണെന്ന് റഹീമിന് പോലും അറിഞ്ഞൂടെ. ഈ റഹീമിനെയൊക്കെ രാജ്യസഭയിലേക്ക് വിട്ടവരെയാണ് പറയേണ്ടത്. കഴിവുള്ള ആരെങ്കിലും വിടണ്ടേ?
നിങ്ങൾ എം എ ബേബിയെ വിടൂ, പി രാജീവിനെ വിടൂ. പി രാജീവ് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്, എത്രയോ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ അദ്ദേഹത്തെക്കുറിച്ച് അരുൺ ജെയ്റ്റ്ലിയൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് വിയോജിക്കാം, അത് വേറെ കാര്യം. പക്ഷേ പി രാജീവിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ അവർക്ക് അവരുടെ വളരെ മോശപ്പെട്ട വേറെ വശങ്ങളുണ്ടാകാം അവരുടെ രാഷ്ട്രീയത്തിൽ, ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ ആ ചർച്ചയിൽ അവർ പറയുന്ന പോയിന്റുകൾ, അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അങ്ങനെ കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ എത്രയോ നല്ല നേതാക്കൾ രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായിരുന്നു. നന്നായിട്ട് പ്രസംഗിച്ച, നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത നേതാക്കളുണ്ടായിരുന്നു. ഇവിടെ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തെ അപമാനിക്കുകയല്ല ചെയ്തത്, തിരുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സത്യത്തിൽ നമുക്കും അഭിമാനമുണ്ട്. കാരണം ഒരു മലയാളിക്ക് സംഭവിച്ച തെറ്റ് മറ്റൊരു മലയാളി വളരെ മനോഹരമായിട്ട് തിരുത്തി. നേരെ മറിച്ചത് നോർത്ത് ഇന്ത്യയിൽ വെച്ച് പാർലമെൻറ്റിൽ വെച്ചാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളൊരു MP ആണ് പ്രേമേന്ദ്രനെ ഈ വിഷയം ഉന്നയിച്ച് ചോദ്യം ചെയ്തതെങ്കിൽ നമുക്കൊരു നാണക്കേടാണ്. അങ്ങനെ സംഭവിച്ചില്ല. ഒരു ചാനൽ ചർച്ചയ്ക്കുള്ളിൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ നാട്ടിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നു. എന്തായാലും അദ്ദേഹം ആ തെറ്റ് തിരുത്തും എന്ന് തന്നെ നമുക്കറിയാം. മറിച്ച് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ വരട്ടെ, ഇതൊരു തുടക്കമാണ്, ഇതൊരു നല്ല ചർച്ചയാണ്. ഇന്ദിരാഗാന്ധി അങ്ങനെ ഒരു മറുപടി അമേരിക്കയ്ക്ക് കൊടുക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടിയാൽ അങ്ങേയറ്റം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ. താങ്കളും മറിച്ചായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഒരു പ്രധാനമന്ത്രി അമേരിക്കയെ വിറപ്പിച്ച് കളഞ്ഞു എന്ന് പറയാനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് ആധികാരികമായ രേഖ വേണം, തെളിവ് വേണം, അല്ലാതെ അത് പറയരുത്. അത് ഇനി പ്രേമേന്ദ്രനാണെങ്കിലും ശ്രീജിത്ത് പണിക്കരാണെങ്കിലും ഞാനാണെങ്കിലും ശരി, ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനൊരു വാമൊഴിയുണ്ട്, ഇതിന് വരമൊഴിയില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്, പ്രത്യേകിച്ചും നമ്മുടെ മാധ്യമ പ്രവർത്തകർ. മാപ്രകൾക്ക് എക്സംഷനൊന്നുമില്ല. തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകർ വളരെ സത്യസന്ധമായിട്ട് ഇതുപോലെ ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാവൂ. അല്ലാതെ വസ്തുതകളുടെ ബലമില്ലാതെ വെറുതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചാൽ അവസാനം തൃശ്ശൂരിൽ പൂരം റിപ്പോർട്ട് ചെയ്യാൻ പോയി പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടതുപോലെ 2 ഗൺമാന്മാരെ കൂടെ നടത്തേണ്ട അവസ്ഥയിൽ കേരളത്തിലെ മാപ്രകൾക്ക് വന്നു ചേരും എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. നന്ദി.